രാവിലെ എണീക്കാൻ വൈകിയതുകൊണ്ട് തന്നെ ചായ പോലും കുടിക്കാണ്ട് നഴ്സറിക്കുള്ള ഓട്ടായിരുന്നു കേട്ടോ. 2 ബസ് കയറി ഇറങ്ങിയതുകൊണ്ട് തന്നെ ഭയങ്കര ടയർഡാണ്. പിന്നെ യുഎഇത്തെ ചൂട് പറയും വേണ്ടപ്പോ അങ്ങനെ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്ത് ഫൈനലി നമ്മൾ നഴ്സറിയിൽ എത്തിയിട്ടുണ്ട്. ഇനി സൈൻ ചെയ്ത് നേരെ കിച്ചണിലേക്കുള്ള ഓട്ടാണ് കേട്ടോ. കാരണം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല, അതൊന്ന് ചൂടാക്കിയിട്ട് നേരെ ക്ലാസ്സിലേക്കുള്ള ഓട്ടാണ്. ക്ലാസ്സിൽ ചെന്നപ്പോൾ എന്റെ അസിസ്റ്റന്റ് ടീച്ചർ അവളുടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ കരുതി എന്നാ എന്റെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത്. മുട്ട ബോയിൽ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് ഇട്ടിട്ടുള്ള പാസ്തയും കൂടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ഹെൽത്തി ആവാന്ന് കരുതി. അടയ്ക്ക് ഇന്ന് വരും നാളെ വരും എന്നും പറഞ്ഞ് കുറേ ദിവസമായി ഡിലേ ആയി പോകുന്നു. എന്തായാലും നമ്മളെ പരിപാടി നമ്മൾ ഫിനിഷ് ആക്കിയിട്ടുണ്ട്. ലാസ്റ്റ് അടയ്ക്ക് ഇൻസ്പെക്ഷന്റെ ശേഷം അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു 7 ഏരിയാസിൽ ഇതുപോലുള്ള ആക്ടിവിറ്റീസ് ഡിസ്പ്ലേ ചെയ്യണമെന്നുള്ളത്. അപ്പം പിന്നെ ആ ഒരു കുറവ് വരണ്ടെന്ന് വിചാരിച്ചിട്ട് അതെല്ലാം ക്ലിയർ ആക്കിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ലൂസ് പാർട്ടിന്റെ സെക്ഷൻ ഇത് ഫസ്റ്റ് ടൈം ആണ് കേട്ടോ നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്നത്. ഇതും അടയ്ക്കിന്റെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ചിട്ടാണ്. UAE ഏരിയയിൽ എന്റെ കെട്ടിയൻ ഉണ്ടാക്കിയിട്ടുള്ള ബുർജ് ഖലീഫ് ഡിസ്പ്ലേയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. മാഷാല്ലാ, ഈ ഒരു വീഡിയോക്ക് ഉണ്ടല്ലോ 1 lakh above വ്യൂസ് ഉണ്ടായിരുന്നു. കെട്ടിയൻ അറിയാണ്ട് എടുത്ത വീഡിയോ ആണെന്നുണ്ടെങ്കിലും സംഭവം വൈറലായിട്ടുണ്ട്. പിള്ളേരൊന്നും വരാത്തതുകൊണ്ട് തന്നെ നാളത്തെ ആക്ടിവിറ്റീസിന്റെ പ്രിപ്പറേഷൻസിലാണ് കേട്ടോ. ഇത് ഐ ഹാൻഡ് കോർഡിനേഷൻ ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇത് എല്ലാ പിള്ളേർക്കും ഓരോന്ന് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇന്നലെ പിള്ളേര് G4 ജിറാഫ് എന്ന് പറഞ്ഞിട്ടുള്ള തീമിൽ ചെയ്തിട്ടുള്ള ആക്ടിവിറ്റിയാണ് ഇത്. ഇനി ഇതെല്ലാം എടുത്ത് ജസ്റ്റ് ഫയലിലേക്ക് വെക്കലാന്ന് കേട്ടോ. എങ്ങനെയുണ്ട് ഈ ഒരു ആക്ടിവിറ്റി? എനിക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിള്ളേർക്ക് സയൻസ് ആക്ടിവിറ്റിയും പിന്നെ വേറെ 2 ആക്ടിവിറ്റീസും കൂടി ചെയ്ത് കഴിഞ്ഞിട്ട് ലഞ്ചിനുള്ള പോക്കായിരുന്നു. ഇന്ന് ലഞ്ച് വന്നിട്ട് എല്ലാ സ്റ്റാഫുകളും കൂടെ കൂടിയിട്ട് ബ്രോസ്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. സംഭവം പൊളിയായിരുന്നു കേട്ടോ. ഇനി ബ്രേക്ക് ടൈം കഴിഞ്ഞിട്ട് ഒബ്സർവേഷൻ എഴുതാൻ വേണ്ടിയിട്ട് ഇരിക്കലാണ്. അപ്പൊ താഴത്തെ അസിസ്റ്റന്റ് ടീച്ചർ മാങ്ങ കഴിക്കുന്നുണ്ട്. അതിൽ നിന്ന് ഒരു കുറച്ചുകൂടെ വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ കരുതുന്നുണ്ടാവും ഈ ഒരു തീറ്റ തന്നെയാണ് പരിപാടി എന്നുള്ളത്. ഇതും പാർട്ട് ഓഫ് ദി ജോബ് ആണല്ലോ. അങ്ങനെ ഒബ്സർവേഷനും കാര്യങ്ങളൊക്കെ എഴുതി കഴിഞ്ഞിട്ട് ഇനി വീട്ടിലേക്കുള്ള പോകാനുള്ള തയ്യാറെടുപ്പാണ്. ചൂടായതുകൊണ്ട് തന്നെ എല്ലാവരും 1 സൈഡ് ബാഗ് ഒഴിവാക്കിയിട്ട് ബാക്ക് സൈഡ് ബാഗിലേക്ക് മാറിയിട്ടുണ്ട്. കൊടയും മടി എല്ലാം കൂടെ കൊണ്ടുവരേണ്ടതുകൊണ്ടാണ്. അപ്പൊ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ